Hi, hi, my dear founders. Happy morning. Have a great day. ഒരുപാട് സമൃദ്ധിയുള്ള ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. യെസ്, ഈ ഒരു നിമിഷത്തിന് ഈ ഒരു നിമിഷത്തിലേക്ക് എത്താൻ നമ്മളെ പ്രാപ്തമാക്കിയ എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും സർവേശ്വരനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യമായി മെഡിറ്റേഷനാണ്. മെഡിറ്റേഷന് വേണ്ടി തയ്യാറാവുക. നട്ടെല്ല് നിവർത്തി ശ്വാസത്തിൽ ശ്രദ്ധിച്ച് പതിയെ നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുക. സ്വസ്ഥമായി നിവർന്നിരിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസത്തെ പിടിച്ചു വയ്ക്കുക. ശ്വാസത്തെ വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നത്, ശരീരം ലഘുവാകുന്നതും അനുഭവിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ ഊർജം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തിരിച്ചറിയുക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ അഭിമാനമാണ്. എൻ്റെ സ്വപ്നങ്ങൾ, ദയ, കൃതജ്ഞത എന്നിവ എൻ്റെ ബിസിനസ്സിനെയും ജീവിതത്തെയും നയിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നടക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തി നിറയ്ക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കൂട്ടായ്മ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് ഒരു വൃക്ഷമായി സങ്കല്പിക്കുക. ശക്തമായ വേര്, പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, ധാരാളം ഫലങ്ങൾ. ഓരോ ദിവസവും താങ്കളുടെ ബിസിനസ് വളർന്നു വരുന്നു, പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നു. മനസ്സുകൊണ്ട് ഉരുവിടുക: എൻ്റെ ബിസിനസ് സമൃദ്ധമായി വളരുന്നു. പുതിയ ഉപഭോക്താക്കൾ എൻ്റെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ജ്ഞാനവും ദർശനവും നിറഞ്ഞതാണ്. എൻ്റെ ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിജയം കൈവരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ലോകത്ത് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി സങ്കല്പിക്കുക. ഉപഭോക്താക്കൾ നിങ്ങളുടെ സേവനങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഊഷ്മളമായ ഒരു വെളിച്ചം പുറപ്പെടുന്നതായി സങ്കല്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഉപഭോക്താക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും വ്യാപിക്കുന്നു. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും കൊണ്ട് ശക്തിപ്പെടുന്നു. എൻ്റെ കുടുംബം ഐക്യം സന്തോഷത്തിലും വളരുന്നു. എൻ്റെ ഉപഭോക്താക്കൾ എൻ്റെ സേവനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നു. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളെ പ്രശംസിക്കുന്നതും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതും സങ്കല്പിക്കുക.
നിങ്ങളുടെ സാമ്പത്തിക സമൃദ്ധി ഒരു നദിയായി സങ്കല്പിക്കുക. ഒഴുകുന്ന, നിരന്തരം വളരുന്ന, തടസ്സങ്ങളില്ലാത്തൊരു നദി. മനസ്സുകൊണ്ട് പറയുക, സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആകർഷിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണ്. എൻ്റെ ബിസിനസ് സാമ്പത്തിക വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരുന്നതും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഫലം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് സമൃദ്ധമാകുന്നതും ചിത്രീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ബിസിനസ്, കുടുംബം, ഉപഭോക്താക്കൾ, സമൂഹം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിക്കും എൻ്റെ ഫൗണ്ടേഴ്സ് സർക്കിൾ സമൂഹത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും നന്ദിയുള്ളവനാണ്. ദീർഘമായി ശ്വസിക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിൽ ഊർജവും മനസ്സിൽ ശാന്തിയും അനുഭവിക്കുക. സാവധാനം ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്നെ കണ്ണുകളെ തുറക്കുക. വാഗ്ജ്യോതിസ് ഏവർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസം ആശംസിക്കുന്നു. നന്ദി. യെസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നെല്ലാവരും നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൽ എങ്ങനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്യാട്ടോ. ഒരു അവയർനെസ് സെഷൻ മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ലൈക്ക് എല്ലാവരും ഓൺട്രപ്രണേഴ്സ് ആണ്, നമ്മളെല്ലാവരും തീർച്ചയായിട്ടും സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഒരു ജോലിയേക്കാൾ ഉപരി സമ്പാദ്യം ഒരു ഉദ്ദേശമാണ്. അപ്പൊ മണി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എനർജി ഒക്കെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ മണി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ബ്ലോക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ സെഷനിലുള്ളത്. അതായത് എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. എന്ത് റിയാക്ഷൻ എടുത്താലും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. മണി എന്ന് പറയുന്നത് ഒരു ഹൈ എനർജിയാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ മണി ബ്ലോക്കുകൾ അത് പല രീതിക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. 20 കാര്യങ്ങളാണ് ഇന്ന് ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഓരോ കാര്യവും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഇത് എനിക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? പല ആളുകളും എന്താ വെച്ചാൽ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു സമൃദ്ധി ലൈഫിൽ വരുന്നുണ്ടാവില്ല. ആ സമൃദ്ധി ലൈഫിൽ വരാത്തതിന്റെ ഒരുപാട് കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, കടം സമയത്തിന് തിരിച്ചു കൊടുക്കാതിരിക്കുക. നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് സമയത്ത് തിരിച്ചു കൊടുക്കാതിരിക്കുക. സെക്കൻഡ് വൺ, പെറേറ്റഡ് സിനിമ കാണുക, അതുപോലെ മ്യൂസിക് കേൾക്കുക, അതുപോലെ വായിക്കുക, ബുക്ക് വായിക്കുക. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യാജമായിട്ട് കാണുക, കേൾക്കുക, വായിക്കുക. ഓക്കെ. തേർഡ് വൺ, ചെറുതോ വലുതോ ആയിട്ടുള്ള സാധനങ്ങള് നമ്മൾ അറിയാതെ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. നമ്മൾ നേരെ പോയിട്ട് തന്നെ വാങ്ങണം എന്നില്ല. മറ്റൊരാൾ അറിയാതെ നമുക്ക് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കിട്ടിയാലും മതി. ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ജോലി ആയിക്കോട്ടെ, അയാൾ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഐഡിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമ്മൾ മെല്ലെ എടുത്തിട്ട് നമ്മൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതൊരു വലിയൊരു പ്രോബ്ലം ആണ്. നമുക്ക് ഈ ഐഡിയ പേഴ്സൺ ആയതുകൊണ്ട് എവിടുന്ന് ഐഡിയ കിട്ടിയാലും നമ്മളത് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ഒരാൾ ചെയ്തു വെച്ച കാര്യം പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ മറ്റൊരാളായിരിക്കും കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. യെസ്. ഫോർത്ത് വൺ,
നമ്മളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും ചാരിറ്റി കൊടുക്കാതിരിക്കുക. ചാരിറ്റി വലിയൊരു എനർജിയാണ്. അത് കൊടുക്കുന്നതിന്റെ ഒരുപാട് എഫക്റ്റ് നമുക്ക് പോസിറ്റീവായിട്ട് തിരിച്ചു കിട്ടേണ്ടതാണ്. അപ്പൊ ചാരിറ്റി കൊടുക്കാതിരിക്കാം. ഫോർത്ത് വൺ, ഈ പെറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, വ്യാജ സോഫ്റ്റ്വെയറുകൾ നമ്മളുടെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം. ലാപ്ടോപ്പ് തീർച്ചയായിട്ടും നമ്മളുടെ പ്രൊഡക്ടിവിറ്റീനെ ബേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ വ്യാജ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. പിന്നെ ഫിഫ്ത്ത് വൺ, ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, മുമ്പ് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ സഹായിക്കാതിരിക്കുക. മുമ്പ് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ സഹായിക്കാതിരിക്കാം. സെവൻത്ത് വൺ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പണം, ക്യാഷ് മാത്രല്ല, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അത് ചെയ്യാതിരിക്കുക. ഓക്കെ, സെവൻത്ത് വൺ ആണ് പറഞ്ഞത്. എയ്ത്ത് വണ്ണം, യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ആളുകളെ നമ്മൾ സഹായിക്കാതിരിക്കുക. അതെങ്ങനെയാന്ന് വെച്ചാല്, ചിലപ്പോ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഇയാൾക്കൊരു ആവശ്യമുണ്ട്, അയാൾ നമ്മളോട് ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു പക്ഷെ ചോദിച്ചിട്ടും ഉണ്ടായിരിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നാലാള് കാണില്ലല്ലോ, അല്ലെങ്കിൽ ഇത് മറ്റാളുകൾ കാണില്ലല്ലോ ഞാൻ ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് സഹായിക്കാതിരിക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ കാണുകയോ നമുക്കതൊരു അപ്രീസിയേഷൻ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ യഥാർത്ഥത്തിൽ സഹായം ഇവർക്ക് ആവശ്യമുണ്ട്, പക്ഷെ അതിപ്പോ ആരും കാണണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കുക. അത് വലിയൊരു ചലഞ്ചാണ് കേട്ടോ. യെസ്. നയൻത്ത് വൺ, പണത്തെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് ഉള്ള മനോഭാവം. ഓ, കാശൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ തന്നെ അവൻ കള്ളക്കടത്തൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് അവനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ മണിയെയാണ് പറയുന്നത്. അപ്പൊ ആ മണിക്കൊരു എനർജി ഉണ്ട്, അത് നമ്മളായിട്ട് അലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും വലിയ പാടാണ്, നമുക്ക് പാരമ്പര്യമായിട്ട് സ്വത്തൊന്നും കിട്ടിയിട്ടില്ല, ലോട്ടറി അടിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ലോട്ടറി അടിക്കട്ടെ എന്നിട്ട് ചെയ്യാം, അങ്ങനെ ഒരു പുച്ഛഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവത്തിൽ നമ്മൾ പണത്തിനെ കാണാതിരിക്കുക. പിന്നെ ടെൻത്ത് വൺ, നമ്മളുടെ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, ലൈക്ക് ഡ്രൈവർ, വീട്ടു ജോലിക്കാര്, ഓഫീസിൽ ജോലി ചെയ്യുന്നവര്, ഇവർക്കൊക്കെ കൂലി കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുക. സാലറി കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുക. കാരണം അവരും നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. 12 എങ്ങനെയാന്ന് വെച്ചാല്, കൈക്കൂലി കൊടുത്ത് സ്വന്തം കാര്യം നേടുക. സ്വന്തം കാര്യം നേടുന്നതിനൊപ്പം മറ്റൊരാൾക്ക് കൂടി അതിൽ പ്രോബ്ലം ഉണ്ടാവാം. നമ്മളുടെ പല സ്ഥാപനങ്ങളിലും എന്തെങ്കിലും അവരെ സന്തോഷിപ്പിക്കാതെ പല കാര്യങ്ങളും നടക്കില്ല എന്ന് എല്ലായിടത്തും ഇപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയണാണ്. പക്ഷേ അതിനോടൊപ്പം വേറൊരാൾക്ക് ബ്ലോക്കുകൾ ഉണ്ടാക്കുക. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വേറൊരാളെ ബ്ലോക്ക് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിന് ഇതിന് ഈക്വൽ ആണ് കേട്ടോ. ഓക്കെ, അത് എന്താ സംഭവിക്കുന്നത്, നമ്മളെ കയ്യിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ആ ബ്ലോക്കിങ് വരുന്നത്. ഈ ക്യാഷ് കൊണ്ട് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേറൊരാൾക്ക് അവിടെ പെയിൻ ഉണ്ടാകുന്നുണ്ട്, അത് നമ്മളേക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് കൊണ്ടുവരിക. യെസ്. പിന്നെ 13th വൺ, സ്വന്തം ആവശ്യങ്ങൾക്കും വീടിനും ഭാര്യയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഭാര്യ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഓണ്ടർപ്രണേഴ്സിന്റെ ഭാര്യമാരൊക്കെ ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട്. ടൈം ഒരു വിഷയമാണ്, പിന്നെ അതുപോലെ സ്പേസ് ഒരു വിഷയമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെച്ചെങ്കിൽ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല, നിങ്ങൾ ഇത്ര തിരക്കാണോ, നിങ്ങൾക്ക് ഇത് മാത്രമേ ചിന്തയുള്ളൂ. സത്യത്തിൽ അവർക്ക് ബിസിനസ്സിനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കാരണം ഈ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്റ്റിൽ മാത്രം സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇത് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മന്ത്ലി അവർക്കൊരു മണി
ഒരു ഒരു ഡേറ്റിൽ കൊടുക്കുക, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആവും. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ സന്തോഷമാവും. പക്ഷെ അതിനേക്കാൾ ഉപരി അവർക്ക് സ്വതന്ത്രമായിട്ട് ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ, ലൈക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അപ്പൊ അത് നമ്മളോട് ചോദിക്കാതെ തന്നെ എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് വാങ്ങാൻ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, അപ്പോഴൊക്കെയാണ് ഭാര്യ എന്നുള്ള രീതിയിൽ അവർ വളരെയധികം സംതൃപ്തിയിലെത്തുക. കുറേ ഗോൾഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും ഒക്കെ നമുക്കുണ്ടായിരിക്കും. അവർക്ക് കുറേ സംഭവങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആസ് എ ബിസിനസ് ഓണറുടെ വൈഫ് എന്നുള്ള രീതിയിൽ അവർ പ്രൗഡ് ആവണമെങ്കിൽ അവരുടെ നമ്മൾ പ്രൗഡായിട്ട് കാണണം. അപ്പോൾ കുറച്ച് മണി മന്ത്ലി അവർക്ക് കൊടുക്കുക. അതിന് കണക്ക് ചോദിക്കരുത്. ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പിന്നെ നീ അതെന്താ ചെയ്ത്, അല്ലെങ്കിൽ ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടല്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ആഹ് അതിലൊരു സന്തോഷം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ മണി പിന്നെയും പിന്നെയും നമ്മിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കൂടുകയും ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിസിനസ്സിനോട് ഉണ്ട് എങ്കിൽ അത് മാറാനും ഇത് നിങ്ങളെ സഹായിക്കും ട്ടോ. പിന്നെ ധനം ലക്ഷ്മിയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ലക്ഷ്മീനെ ഫെമിനിൻ എനർജിയാണ്. ആ ഫെമിനിൻ എനർജീനെ ഹാപ്പി ആക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം കൂടെയാണ്. യെസ്. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് ചില ആളുകളുണ്ട്, എന്ത് തന്നെ വന്നാലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതിപ്പോ ഹെൽത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും, ഹാപ്പിനെസ്സിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും എഡ്യൂക്കേഷനാണെങ്കിലും എന്തിന് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര കാലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. യെസ്. പിന്നെ 14, നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. വൈഫ്, പാരന്റ്സ്, കുട്ടികള്. ഇവരൊക്കെ ഹാപ്പി ആക്കേണ്ടത് നമ്മളാണ്. അത് നമ്മൾ കൊടുക്കാതിരിക്കുക, അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് സന്തോഷം കൊടുക്കുക. ചില ആളുകള്, ഞാനൊരു ലിസണർ ആയതുകൊണ്ട് തന്നെ കുറെ ആളുകളെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഭാര്യമാരെയും ഭർത്താവിനെയും മക്കളെ ഒക്കെ. അപ്പോ ഇവരുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് അവരുടെ ബിഹേവിയർ അങ്ങനെയാണ് ട്ടോ. വീട്ടിലുള്ളവരൊന്നും സ്നേഹിക്കില്ല. സ്നേഹമില്ലാണ്ടല്ല, പക്ഷെ പ്രകടിപ്പിക്കില്ല. ഒരു സിമ്പതിയില് അല്ലെങ്കിൽ എമ്പതറ്റിക് ആയിട്ട് സംസാരിക്കില്ല. ബാക്കിയുള്ള കുടുംബക്കാരോടും നാട്ടുകാരോടും ഒക്കെ നല്ല മനുഷ്യനായിരിക്കും. ഓക്കെ, ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ വീട്ടിലുള്ളവരോട് ഭയങ്കര കർക്കശക്കാരനായിരിക്കും. എന്തിനും ഒരു പ്രത്യേക മനോഭാവമായിരിക്കും അത്. ഒരു പക്ഷേ അവരുടെ പാരന്റ്സ് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൂടുതൽ റെസ്പെക്ട് കിട്ടാനായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം വീട്ടില് നമ്മളോട് സംതൃപ്തി ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ എൻറ്റയർ എനർജീനെ അത് ബാധിക്കും. ഓക്കെ. മറ്റൊരു കാര്യം, ഇനി 15ാമത്തെ കാര്യമാണ് ട്ടോ. അമിതമായിട്ട് ഡിസ്കൗണ്ട്, എന്തിനും ഡിസ്കൗണ്ട്. 100 രൂപയുടെ ഒരു കാര്യം ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിലും അതിനും ഡിസ്കൗണ്ട് ചോദിക്കാം. എല്ലാത്തിനും ഡിസ്കൗണ്ട്. അതായത് ഡിസ്കൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയെങ്കിലും കച്ചവടം നടക്കട്ടെ എന്ന് കരുതിയിട്ട് അവരുടെ മനസ്സിൽ എന്തായിരിക്കും അപ്പൊ നമ്മളോട് പറയുന്നുണ്ടായിരിക്കുക, ഈ ഒരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് തരുമ്പോ. ഇതിപ്പോ ഭക്ഷണമാണെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങരുത്. എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന, നമുക്ക് എന്നും കഴിക്കാത്ത ഫുഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എനർജി ഉണ്ട്. നമുക്ക് വിളമ്പി തരുന്ന ആളായിക്കോട്ടെ, നമുക്ക് എന്ത് രീതിക്കാണെങ്കിലും അയാൾ ഇതിനോടൊപ്പം എന്ത് എനർജി ആണോ നമുക്ക് തരുന്നത്, ആ എനർജി നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവും കഴിക്കുമ്പോൾ. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഡിസ്കൗണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ്. ഓവറായിട്ട് ഡിസ്കൗണ്ട് ചോദിക്കാതിരിക്കുക. പിന്നെ 16ാമത്തെ കാര്യം, അശ്രദ്ധമായി പണം ചെലവഴിക്കുക. അതായത് ഒരു ഓഫർ കാണുമ്പോൾ കുറേ സംഭവങ്ങൾ വാങ്ങി വെക്കും. വെക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് ഉപയോഗിക്കണം.
ഇത് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് സംഭവിക്കുന്നതാണ്. അപ്പൊ എനിക്കും സംഭവിക്കാറുള്ളതാണ് കേട്ടോ. നമ്മളൊരു ഓഫർ കാണുമ്പോൾ ഇതിനി ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങി കൊണ്ടുവരും. പിന്നെ വിചാരിക്കും ഇത് എന്തിനാ വാങ്ങിയത് എന്ന്. ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത്രയും മണി നമ്മൾ വേസ്റ്റ് ആക്കിയേക്കാണ്. ക്യാഷ് നമ്മൾ കത്തിച്ച് കളയില്ല. ഒരിക്കലും നമ്മളത് മോശമാക്കില്ല ഒരു രീതിക്ക്. അതുപോലെയാണ് നമ്മൾ ഉപയോഗിക്കാതെ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു സംഭവം മണിയെ തീർച്ചയായിട്ടും അബ്യൂസ് ചെയ്യുന്ന പോലെയെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ബഡ്ജറ്റ് ഇല്ലാതിരിക്കാം. ചെലവുകൾക്കും വരവിനനുസരിച്ചാവില്ല ചെലവ് ഉണ്ടായിരിക്കാം. ബഡ്ജറ്റ് ഇല്ലാതെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ പിന്നീട് ഈ ചെലവാക്കിയ കാശിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു സന്തോഷം സമാധാനമൊന്നും ഉണ്ടാവില്ല. ഇത്ര കാശ് കടായി 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 എന്ന് പറയും. അപ്പൊ അതിൽ കൃത്യമായിട്ട് മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാവുക. നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുമ്പോഴല്ലേ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലോട്ട് കയറി ചെന്ന് ആ സ്ഥാപനത്തിലോട്ട് ഈവൻ ലൈക്ക് നമ്മളൊരു സലൂണിലോട്ട് കയറി ചെന്നെന്ന് വിചാരിക്കാം. ആ വ്യക്തികൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അവിടുത്തെ ആ ഒരു പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിന് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പ്രാപ്തമാക്കാം. അവിടെ നമ്മളെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും സർവീസ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിക്ക് മാത്രമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കും. അതുപോലെ തന്നെയാണ് മണി. മണി എന്ന് വെച്ചാൽ ഒരു പ്രണയിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എത്രത്തോളം ഒരു ഓപ്പോസിറ്റുള്ള ആളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, കെയർ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഇതുപോലെയാണ് മണിയും നമ്മളും തമ്മിലുള്ള എനർജി. നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ ബ്ലോക്കുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. യെസ്. 18 നമ്മളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി പറയാതിരിക്കുക. ഇപ്പോഴും നമുക്ക് ക്യാഷ് വരുന്നുണ്ട്, പക്ഷെ ഒരു നന്ദിയും നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക, പറയാതിരിക്കുക. എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും എനിക്കിതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കിട്ടുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാഷ് മാത്രമല്ല കേട്ടോ. ക്യാഷ് എന്ന് പറയുന്നത് മണിയുടെ കാണാൻ പറ്റുന്ന രൂപമാണ്. കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ നമുക്ക് 10,000 രൂപയാണ് ഇപ്പോൾ ലൈക്ക് 10ഓ 50ഓ 50,000 രൂപയാണ് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് എങ്കിൽ, ഇപ്പോൾ ഒരു ചലഞ്ച് വരികയാണ് എങ്കിൽ നമുക്കത് എത്രയായിരിക്കും? 1,00,000 അതിന് മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഉള്ള പണത്തിനും ഉള്ള സന്തോഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാതിരിക്കുമ്പോൾ ഇതിന് നെഗറ്റീവായിട്ട് അപ്രോച്ച് ഉണ്ടായിരിക്കും. അപ്പൊ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പൊ അത് സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഒക്കെ ബാധിക്കും. യെസ്. പണത്തിനോട് അശ്രദ്ധമായിട്ട് ബഹുമാനിക്കാതിരിക്കുക, അത് ഡിസിപ്ലിനായിട്ട് എടുത്തു വെക്കാതിരിക്കുക, വൃത്തിക്ക് സൂക്ഷിക്കാതിരിക്കുക, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെക്കുക. ലൈക്ക് ചെറിയ നാണയത്തുട്ടുകൾ പോലും അവിടെയും ഇവിടെയും ഒക്കെ ഇപ്പൊ അതിന് അത്ര വിലയില്ലല്ലോ എന്ന് കരുതിയിട്ട് 1 രൂപ 2 രൂപ അങ്ങനെയുള്ള ആ ഒരു കോയിന് പോലും നമ്മൾ വളരെ റെസ്പെക്റ്റോടു കൂടി എടുത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം 1 രൂപ 100 രൂപ ചേർന്നിട്ടാണ് 100 രൂപയാകുന്നത്. 1 കോടിയാണ് എങ്കിലും 1 രൂപ ഇല്ലാതെ 1 കോടി ആവില്ല. അപ്പോ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 20th വൺ 20ാമത്തെ ഒന്ന് എന്താന്ന് വെച്ചാല് പണം നല്ല രീതിയിൽ ലഭിക്കുന്നതിന്റെ പേരിൽ, അതായത് എനിക്ക് ക്യാഷ് ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. അഹങ്കാരം എന്നുള്ളത് നമ്മൾ ആസിഡ് കഴിക്കുന്ന പോലെയാണ്, വിഷം കുടിക്കുന്ന പോലെയാണ്. നമ്മളത് അറിയില്ല, പക്ഷെ അത് നമ്മളെ അങ്ങനെ ഇല്ലാതാക്കി കളയും. എസ്പെഷ്യലി മണി ഉണ്ട് എന്ന് കരുതിയിട്ട് മനസ്സിൽ അഹങ്കരിച്ചാൽ പോലും അതിനെന്തായാലും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ 20 കാര്യങ്ങളാണ് നമ്മളെല്ലാവരും, നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട 20 കാര്യങ്ങളാണ്. ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ഓവറായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന്. ഓക്കെ. ഈ ആന്റി അബണ്ടൻസ് ബിഹേവിയർ പല ആളുകളിലും കാണുന്നത് അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല.
അവരുടെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിലൂടെയോ ഇത് അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെയ്തു വരുന്നതാണ്. ഇതിന് മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകൾ മാറുകയും ചെയ്യും. ഒരുപാട് അബണ്ടൻസ് എന്ന് പറയുമല്ലോ, അത് ആരോഗ്യമായിരിക്കാം, നല്ല ബന്ധങ്ങളായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം, സമാധാനമായിരിക്കാം, പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇതൊക്കെ നമ്മിലേക്ക് വരികയും ചെയ്യും കേട്ടോ. എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്. അപ്പോ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സെയിൻ. All good. ഓക്കെ. ആന്റി അബണ്ടൻസ് ബിഹേവിയറിനെ കുറിച്ചിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? പറയൂ. മിസ് ഷബ്ന, ഗുഡ് മോർണിംഗ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും ഒരു കൈൻഡ് ഓഫ് ഒരു ആന്റി അബൻഡൻസ് എൻവയോൺമെന്റ് ഓരോരാളിനും ഉണ്ടാക്കുമെന്ന് എനിക്കും തോന്നുന്നു. കാര്യം എക്സ്ട്രാവാഗൻസ് അല്ല, ഒരു മോഡറേറ്റ് ആയിട്ട് നമ്മുടെ സമ്പത്തിനോടുള്ള ബിഹേവിയർ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് തോന്നുന്നു എനിക്കും. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സബ് കോൺഷ്യസ് പ്രോഗ്രാം ആക്കി മാറ്റുക. ഓക്കെ. യെസ്. ഹാസിൽ കാറ്റ്സ് ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു. ഹലോ ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ സാറേ? എനിക്ക് തോന്നുന്നു എന്തോ ഒരു എറർ ആണ് എന്ന്. സാർ വരട്ടെ. ഫയാസ് മിലാൻ. ആൾക്കാരൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഫയാസ് സ്റ്റക്കായി കാണുന്നു അദ്ദേഹത്തിന്റെ ഇമേജ്. ആ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇവിടെ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹലോ. ശരിയായി വരുന്നുണ്ടല്ലോ. ഹാസിൽ കാറ്റ്സ് തിരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹം. യെസ്. സംസാരിക്കാൻ പറ്റില്ല എന്ന്, ആള് യാത്രയിലാണ്, അപ്പൊ സംസാരിക്കാൻ പറ്റില്ല, പിന്നീട് പറയാന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. യെസ്. ഫയാസ് മിലാൻ. ഗുഡ് മോർണിംഗ് ഷബാന. ഗുഡ് മോർണിംഗ്. എന്താണ് നല്ല വിശേഷം? സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. സുഖം. എന്താ പറയണ്ടേ? ഈ ആന്റി അബണ്ടൻസിനെ കുറിച്ചാണോ പറയണേ? ജസ്റ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് തോന്നുന്നത്? ഇതില് മോസ്റ്റ്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മള് ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ വീട്ടിലെ ഒരാൾക്ക് ഒരു നിശ്ചിത തുക അത് ഞാൻ മന്ത്ലി കൊടുക്കാറുണ്ട്. ടൈം എന്നുള്ളത് ഒരു പരിധി വരെ കൊടുക്കാറുള്ളൂ, സത്യമാണ്. പിന്നെ എന്താ വെച്ചാൽ അതില് കുറച്ച് കാര്യം ചാരിറ്റി ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിൽ കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അല്ലാട്ടോ, ഞാൻ സാറ് ചെയ്യുന്നുണ്ടോ എന്നല്ലാട്ടോ. അതിനെ പൊതുവേ കുറിച്ച് ഇതിനെ അഭിപ്രായമല്ലേ? പൊതുവേ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയാണ്. നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ ഇത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു സെഷനിൽ ക്ലാസ് എടുത്തപ്പോൾ അതിലൊരു സർ എന്നോട് പറഞ്ഞിരുന്നത്, പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഗോൾഡ് വാങ്ങിക്കൊടുക്കും. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പൊ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, എസ്പെഷ്യലി നമുക്ക് ടൈം കൊടുക്കാൻ സമയം ഉണ്ടാവില്ല.
അതിനൊരു പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ ബാലൻസ് ചെയ്യാൻ പല കാര്യങ്ങളും പറ്റും. ലൈക്ക് കോൾ വിളിച്ചിട്ട് ഒന്നൊരു 2 മിനിറ്റ് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പലപ്പോഴും ബാലൻസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഒരു 14 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ പാർട്ട്ണർ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ ഈ ജോലി ആയതുകൊണ്ടല്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത് നല്ലതാണ്. അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. എന്താണ് അവിടുത്തെ ഒക്കെ വിശേഷങ്ങള്? ബാക്കി ഇവിടെ ദീപു, ദിലീപ് ഉണ്ട്, ഐഫോൺ ഉണ്ട്, റസാഖ് ഉണ്ട്. കുറെ ആളുകൾ ഇന്ന് ലീവാണ് കേട്ടോ. യെസ്, കുറച്ചു നേരം സംസാരിക്കാം. നമുക്ക് എന്തായാലും ഒരു 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. യെസ്, റസാഖ് സർ. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാലറി കറക്റ്റ് സമയത്ത് കൊടുക്കുക എന്നുള്ളത് അത് മനസ്സിന് സന്തോഷം കിട്ടുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ വീട്ടുകാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊന്നും ചെയ്തിരുന്നില്ല. ആവശ്യത്തിന് എന്താ ആവശ്യം പറയണ വെച്ചാൽ അതിന് ആ പൈസ അപ്പൊ കൊടുക്കാറായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തു വരുമ്പോൾ അവരൊന്നുകൂടി ഹാപ്പിയാണ്. മറ്റത് ഓരോ സമയത്ത് അവർക്ക് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ബാർഗൈനിങ്ങിന്റെ കേസ് പറഞ്ഞത് അത് ഫുട്പാത്ത് കച്ചവടക്കാരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരോട് ഒരു 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 പരിധി വിട്ടിട്ടല്ലാതെ ഒരു ചെറിയ രീതിയിൽ ബാർഗൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നെഗോസിയേഷൻ പ്രോപ്പർ ആണ്. ആ പക്ഷെ നമ്മൾ ആ എല്ലാത്തിലും മറ്റേ സംഭവം ആ ഉണ്ടല്ലോ, എല്ലാത്തിലും ആ നമ്മൾ ആ ഇത് ഉം. കുറച്ച് തരും. നമ്മൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ അതൊരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവായിട്ടോ എടുക്കുന്ന ആളുകളുണ്ട്. ആ അത് അത് നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലാണ്ടല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു സുഖം, അങ്ങനെ ഒരു സംഭവം ചില ആളുകൾക്ക് ഉണ്ട്. ഇപ്പൊ വീട്ടിൽ ഉം. വരുന്ന മീൻ വാങ്ങുന്ന ആളുകളിൽ നിന്ന് ഭക്ഷണത്തിന്റെ ആ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ കയ്യിൽ അതെ ഉണ്ടായിട്ട് അതെ. പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ഉം. ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് അല്ല അത് എല്ലാവരോടും ചെയ്യാൻ പാടില്ല. പക്ഷെ വലിയ പർച്ചേസിംഗ് നടത്തുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചെയ്യാം. ഈ മീൻ കച്ചവടക്കാരോടും അതുപോലെ തന്നെ ഫുഡ്. ഹലോ. കേൾക്കുന്നുണ്ട് സർ. ഹലോ. കേൾക്കാം, കേൾക്കാം. എനിക്ക് തോന്നുന്നു മിസ്റ്റർ റസാഖിന് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ടെക്നിക്കലി. ഓക്കെ, യെസ്. ബ്രിജേഷ് സർ വന്നിട്ടുണ്ട്. ബ്രിജേഷ് സർ, ഹാപ്പി മോർണിംഗ്. ഞാനൊരു ചായ ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. രാവിലത്തെ ഒരു മോർണിംഗ് ടീ. അപ്പോ അല്ല, എനിക്ക് ഇത് നമ്മളിലെല്ലാം സംഭവിക്കുന്ന ഒരു കോമൺ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതില് ചില സാധനങ്ങൾ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാറ്റിലും ഈ 20 കാര്യങ്ങളിലും ഒരുപോലെ പെർഫെക്റ്റ് അല്ല. പല സാധനങ്ങളിലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട്. പക്ഷെ നല്ലൊരു ഇൻസൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞ മാതിരി ശ്രദ്ധിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വളരെ ഈസി ആയിട്ട് ശ്രദ്ധിക്കാവുന്ന കുറെ കാര്യങ്ങളായിട്ട് തോന്നി. എന്തായാലും അതിലേക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം തോന്നി. ഞാൻ എന്റെ ഇത്രയും അവെയർ ആയിട്ട് ശ്രദ്ധിക്കാറില്ല ഈ കാര്യങ്ങളിൽ എന്നാണ് ഓക്കെ, എനിക്ക് തോന്നിയത്. താങ്ക് യു. എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം. നമ്മളെ ഇപ്പോൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമല്ലോ. അപ്പോൾ ഒരാഴ്ച മുന്നേ ഞാനൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അത് എന്ത് ഡ്രസ്സാന്ന് തന്നെ പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒരു ഷർട്ടാണോ ചോദിച്ചാൽ ഷർട്ടല്ല, എന്നാ പാൻ്റാണോ എന്ന് ചോദിച്ചാൽ പാൻ്റല്ല. നമുക്കിതിങ്ങനെ ഒരു പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവം ആണ് കിട്ടിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ അപ്പം ഞാൻ വിഷമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഒരു പോയിന്റാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്യാതെ, അതായത് നേരിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാതെയാണ് ഒരു 1300 രൂപ സ്പെൻഡ് ചെയ്തത്. പിന്നെ അത് ആലോചിച്ചിട്ട് വിഷമിക്കുകയാണ്, ഓ ഇത്രയും ക്യാഷ് പോയല്ലോ പോയല്ലോ എന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. ഞാനത് ചെക്ക് ചെയ്യണമായിരുന്നു. ആ ഡെലിവറി ബോയ് ഓൾറെഡി എന്നോട് ചോദിച്ചാൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നല്ലേ എടുക്കുന്നതെന്ന്. ഞാൻ അപ്പോൾ കോൺഫിഡൻസിൽ പറഞ്ഞു, ആണ്, എനിക്ക് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
പോലും ഈ ഓഫറിൽ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ എനിക്കൊക്കെ പറ്റുന്നതാണ്. ഇതിങ്ങനെ ആലോചിച്ച് വിഷമിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പൊ ചില മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ പിന്നെ അത് നമ്മൾ തിരുത്തുക, അത്രേ ഉള്ളൂ. യെസ്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇന്ന് ആ ഹാപ്പി. ഇത് യെസ്, ശരിക്കും ഒരു തിരിച്ചു നോക്കാളാണ്. ഇപ്പം നമ്മൾ അസസ് ചെയ്യാനൊരു പോയിന്റ് ആണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു. ഇത് ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ നിന്ന് ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ ഇഷ്ടപ്പെട്ടവർക്കും എൻ്റെ പ്രിയപ്പെട്ടവരും നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. യെസ്, ഉള്ളവരെല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ, നമുക്കൊരു സൂപ്പർ സെൽഫി എടുക്കാം. ഫേസ് കാണണം കേട്ടോ. നമ്മൾ ക്യാമറയിലോട്ട് നോക്കുക, നമ്മളെ ഫേസ് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇന്നലെ ഫയാസ് സാറിന്റെ ഫേസ് പകുതി ഉണ്ടായിരുന്നുള്ളൂ. സെയിൻ സാറിന്റെ ഫേസ് ഫുള്ളായിട്ട് കാണുന്നില്ല, കണ്ണടയുടെ പകുതി വരെ ഉള്ളൂ കേട്ടോ. ഫുള്ള് ഒരിത്തിരി ഒന്ന് ഓക്കെ സൂപ്പർ. ഒന്ന് പുഞ്ചിരിക്കൂ. ഓക്കെ, ആൾ ദി വെരി ബെസ്റ്റ്. അപ്പോ സംഭവങ്ങളൊക്കെ കളറാവട്ടെ. ഐ വിഷ് മോർ പവർ ടു യു. താങ്ക് യു. താങ്ക് യു. Have a nice day. Bye bye. Cheers. ബൈ ഓൾ.